മുസ്ലിമിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഭവത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനെ വായിക്കരുത്. മറിച്ച് നമ്മുടെ സൊസൈറ്റിക്കുള്ളിലേക്ക് കടന്നു വരുന്ന ഏതൊരു ജീർണതകളുണ്ടോ ആ ജീർണതകളൊക്കെ നമ്മളിൽ കടന്നു വരുമ്പോ, നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോ, നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുമ്പോ, നമ്മുടെ നാട്ടിൽ മഹലിൽ കടന്നു വരുമ്പോ, ഈ ഓതപ്പെട്ട ആയത്തുകളുണ്ടല്ലോ, ഈ വായിക്കപ്പെട്ട ഹദീസുകളുണ്ടല്ലോ, ഈ പറയപ്പെട്ട പണ്ഡിത അഭിപ്രായങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ഇതിനെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കണം. ഇതെന്റെ ശബ്ദമല്ല ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. ഇത് അള്ളാഹുവിന്റെ വാക്കുകളാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്, പണ്ഡിതന്മാരുടെ മുഹദ്ദിസുകളുടെ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് ഗൗരവമായി കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ മതത്തിന്റെ പുറമെ മറ്റൊരു മതമാണോ അവർ തെരഞ്ഞെടുക്കുന്നത്? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ആരോടാ ചോദിക്കുന്നത്? എന്നോട്, നിങ്ങളോട്, നമ്മളോട് ആണ് അള്ളാഹുവിന്റെ ഈ ചോദ്യം. അള്ളാഹുവിന്റെ മതത്തിന്റെ പുറമെ മറ്റൊരു മതമാണോ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? ഈ ചോദ്യം വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടില് നമ്മുടെ പേരക്കുട്ടികളുടെയും കുട്ടികളുടെയും ബർത്ത്ഡേ ആഘോഷങ്ങൾ വരുമ്പോ അതിനവർക്ക് പുതിയ ഡ്രസ്സുകളും മിഠായികളും വാങ്ങി സ്കൂളിലേക്കും കൊടുത്തയക്കുമ്പോ നമ്മൾ ആലോചിക്കണം, ഇതിന് ഈ ബർത്ത്ഡേ ആഘോഷത്തിന് എന്തൊരു പിൻബലമാണ് ഉള്ളത്? ഇത് എവിടെ നിന്ന് കടന്നു വന്നതാണ്? ജൂത ക്രൈസ്തവരിൽ നിന്ന് കടന്നു വന്ന ഒരു ആചാരത്തെ ഞാൻ പരിപോഷിപ്പിച്ചെടുക്കുന്നു, മുസ്ലിമാണ് ഞാൻ, ഇത് എനിക്ക് അനുവദനീയമാണോ? നമ്മൾ ആലോചിച്ചു നോക്കും. മക്കളുടെയും നമ്മളുടെയും വെഡിങ് ഡേ ആഘോഷിക്കുമ്പോ ഇത് പ്രവാചകൻ ഒരുപാട് വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. ആ വിവാഹങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ വെഡിങ് ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? ഇത് കടന്നു വന്നത് എവിടെ നിന്നാണ്? നമ്മൾ പഠിക്കണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹത്തിന് നിക്കാഹ് എന്നത് ഒരു കർമ്മമായിട്ട് നീങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചതുപോലെ പുതുതലമുറയ്ക്ക് മുന്നിൽ എപ്പോഴും നിക്കാഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. സേവ് ദ ഡേറ്റ് കാണുന്നു. അത് അന്ന് നമുക്കറിയാം, ആ ഒരു കർമ്മത്തോടു കൂടി ഈ രണ്ട് വ്യക്തികൾ, ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും ഒരിക്കലും അന്യരല്ലാതെയായി മാറുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അന്ന് അതുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റാറ്റസുകളാണ് നമ്മുടെ ഫോണിലൊക്കെ വരുന്നത്. ആ അന്യ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നു, അവിടെ കൈപിടിക്കുന്നു, വളയിട്ട് കൊടുക്കുന്നു, മോതിരമിട്ട് കൊടുക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, മറഞ്ഞു നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു, ഇങ്ങനെയുള്ള ഫോട്ടോകൾ. ഇത് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ നടക്കുന്നില്ല. അപ്പൊ നമ്മളെന്ത് പറയും? ഞാനതറിയല്ലേ, അത് കുട്ടികളോടും കൂടിയും പെണ്ണുങ്ങളും കുട്ടികളും കൂടി എടുത്തു വെച്ചാൽ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മീശ മുകളിൽ മൂക്കിന് താഴെ മീശ വെച്ചുകൊണ്ട് ആണാൻ എന്ന് പറയുന്നത് എന്ത് ആർജവത്തിലാണ്? നമ്മൾ ഗൗരവമായി ആലോചിക്കണ്ടല്ലേ? എന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോ ഞാൻ പറയണം, ഇല്ലെങ്കിൽ ഞാൻ ആണായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ആർജവം. നമ്മുടെ ആദർശത്തെ കത്തിവെക്കുന്ന ഏതൊരു കാര്യം ഒരാൾ പറയുമ്പോ നമ്മൾ രക്ഷിതാവെന്ന് നമ്മൾ പറയണം, അരുത്, നോ നോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇത് ഗൗരവമുള്ള കാര്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഒഴിഞ്ഞു മാറി ഞാൻ അറിയല്ലേ, ഇത് പാടില്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, ആരെയും, ഇത് സമൂഹത്തിലുണ്ടാകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മൾ ഗൗരവമായി കാണണം. സത്യസന്ധതയുടെ കുറവ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ബോധപ്പെട്ട ആയത്തുകളും ഹദീസുകളും നമ്മൾ വായിക്കണം. പണം നേടാൻ വേണ്ടിയിട്ട് പലിശയുടെ പിന്നാലെ ഓടുമ്പോൾ ഓതപ്പെട്ട ആയത്തുകളും ഹദീസുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെ ഓരോ വിഷയത്തിലും നമ്മൾ ഇവിടെ പറയപ്പെട്ടതും ഓതപ്പെട്ടതുമായ ഹദീസുകളും ആയത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഒരു കാര്യം അത് ഇസ്ലാമികമാണോ അല്ലയോ എന്നറിയാൻ എന്ന് കിതാബ് ഓതേണ്ട ആവശ്യമില്ല.
ഖുർആൻ ഓതി പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജമിനിയോട് ചോദിച്ചാൽ മതി. ജൻസികൾ ആലോചിക്കണം, പുതുതലമുറ ആലോചിക്കണം. നിങ്ങൾ എന്തൊക്കെ ചോദിക്കുന്നു ജമിനിയോട്, എന്തൊക്കെ ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കുന്നു, ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ. ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് അനുവദനീയമാണ്. വളരെ കൃത്യമായിട്ട് ആരെയും പേടിക്കാണ്ട് ജമിനി പറഞ്ഞു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് കൂടി കേൾക്കുക. ലാ തകുൻ ഇംഅതൻ. നിങ്ങൾ കുറെ ആള് ചെയ്യുന്നു എന്നത് വിചാരിച്ചിട്ട് അതിൽ ചേർന്ന് നിൽക്കുന്നവരാകരുത്. പക്ഷേ വതിനു അൻഫുസകും, നിങ്ങൾ പേഴ്സണാലിറ്റി നിലനിർത്തുന്നവരാകണം. നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ വ്യക്തിത്വം നിലനിർത്തുന്നവരായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് ആരോടാ പറയുന്നത്? റസൂല് എന്നോടാണ് പറയുന്നത്. രക്ഷിതാവായ കുടുംബനാഥനായ എന്നോടാണ് പറയുന്നത്. കുടുംബനാഥനായ നമ്മളിൽ ഓരോരുത്തരോടുമാണ് പറയുന്നത്. ഞാൻ അറിയല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്ത് തിന്മകളും നടക്കുന്നത് എവിടുന്നാ? നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. സെറ്റ് സാരി ഉടുത്ത് പോകുന്നത് എവിടുന്നാ? നമ്മുടെ വീട്ടിൽ നിന്ന്. വാങ്ങിക്കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ്. തിന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വിഷയം നമുക്ക് ഇടയിൽ വരുമ്പോ നമ്മളെ ആരാകരുത്? ഇമ്മത്തുകളാകരുത്. മറിച്ച് പേഴ്സണാലിറ്റി നിലനിർത്തുന്നവരാവുക. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. സേവ് ചെയ്ത് വെച്ച് വെക്കേണ്ട ഹദീസാണ്. അല്ലാഹു